അപ്പം തന്നെ ഈ കടുവയെ കൂട്ടിൽ ആക്കാൻ വേണ്ടി ഈ പ്രത്യേക കൂടുകളൊക്കെ ഈ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ടോ, അതോ ഈ നിരീക്ഷണം ഇപ്പോഴും തുടരുകയല്ലേ പിടികൂടാനുള്ളത്? അജി, കൂടുകൾ എത്തിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, കടുവയെ പിടികൂടുന്നതിനായിട്ടുള്ള കുങ്കിയാനകളെയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതെല്ലാം തരത്തിൽ കടുവയെ പിടികൂടാൻ കഴിയുമോ ആ തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ കടുവ കണ്ടത് പച്ചിലക്കാട് പടിക്കംവയൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. അത് നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തിന്റെ 2 കിലോമീറ്റർ അപ്പുറത്താണ് ഈ പടിക്കംവയൽ എന്നുള്ളത്. അപ്പോൾ ആ ഒരു മേഖലയിൽ നിന്ന് വനമേഖലയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി കടുവ മൂവെങ്കിലും രാവിലെയോടുകൂടിയാണ് ഈ ഒരു പ്രദേശത്തേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്ന് കാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത്ര വലിയ ഒരു ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം ആയിരിക്കില്ല എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും രാത്രിയോടുകൂടി തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷാ മുൻകരുതലൊക്കെ എടുക്കണമെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. അത് കുങ്കിയാനകൾ തൊട്ടപ്പുറത്ത് എരനല്ലൂർ എന്ന് പറയുന്ന ഭാഗത്ത് 2 കുങ്കിയാനകളെ, വിക്രം ഭരത് എന്ന് പറയുന്ന 2 കുങ്കിയാനകളെ പ്രദേശത്ത് എത്തിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണം നടക്കുന്നുണ്ട്. എല്ലായിടത്തും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ എരനല്ലൂർ, നമ്മളിപ്പോൾ നിൽക്കുന്ന ചിക്കല്ലൂർ എന്ന് പറയുന്ന ഭാഗത്ത് ഇതിന്റെ 5 കിലോമീറ്റർ. ശരി, ഫൈസൽ നെടുമ്പാലിയാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്നും.